വന്നല്ലോ തറ ടിക്കറ്റ്. ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് അടങ്ങിയിരി. ശരി. എന്താ ശേഖരാ, പോട്ടടാ, നമ്മുടെ കാർത്തിയല്ലേ. നീ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. പോയിക്കോ. എന്താടാ, നിനക്ക് ചെവി കേട്ടൂടെ? കേട്ടു രവി, നന്നായിട്ട് കേട്ടു. എടാ കാർത്തി, അത് ശരി, ഈ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്താടാ കാർത്തി? എടാ, ഒരേ തൊഴിലാ നമ്മൾ എല്ലാരും ചെയ്യുന്നേ. നീ പറഞ്ഞോണ്ട് എന്താ ഏതെന്ന് ചോദിക്കാതെ നമ്മുടെ പയ്യന്മാരെ വിട്ട് ഞാൻ അവരെ തല്ലി. നീ കാശ് തരാന്ന് പറഞ്ഞ് എന്നോട് ഏറ്റതാ. പിന്നെ ഇപ്പൊ എന്തിനാ ആലോചിക്കുന്നേ? വേണ്ട രവി, നമ്മുടെ തൊഴിലിത് ശരിയല്ല. പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല, നീ അനുഭവിക്കേണ്ടി വരും. ശേഖര, നീ എന്നെ പറഞ്ഞേക്കെ. എന്താടാ അപ്പോഴേക്കും പിണങ്ങിയ? പാർട്ടി പണം തന്നില്ലടാ, കിട്ടിയ ഉടനെ തരാന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും ഇവന്മാർ രണ്ടുപേരും എന്നെ തെറ്റിദ്ധരിച്ചു. രവി, ഇവന്മാര് പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതല്ല, ഓർമ്മയിരിക്കട്ടെ. എന്റെ കാർത്തി, അതൊരു ലവ് മാറ്ററാ. അതിന് ഞാൻ തന്നെ പണം മേടിച്ചിട്ടില്ല. അതിന് പകരമായി വേറൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പണം തരാന്ന് വിചാരിച്ചതാ. ഡാ, ഇനിയും വിശ്വാസമായില്ലേ? ദേ, ഇവനാണ് സത്യം. അതെയോ? ശരി, ആരാവൻ? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാണല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, വാ. വേണ്ട രവി, വെറുതെ കള്ളം പറയല്ലേ. സത്യമാണടാ, വിശ്വസിക്ക്. വിശ്വാസമാണ് എല്ലാം. നീ വാ. എന്താടാ പോയി നോക്കാം, വാ. കാർത്തി, കാര്യവും പറയും. പറഞ്ഞോ. ഒരുത്തിന് തട്ടണം. ആരാ ആള്? ഒരുപാട് പണമുള്ളത് കൊണ്ട് അവൻ ചെയ്ത അക്രമങ്ങൾക്ക് അതിരില്ലതായിരിക്കുക. നാട്ടിലെല്ലാവരുടെയും സ്ഥലം അവൻ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തം പേരിലാക്കിയിരിക്കുക. എതിർത്താൽ അവൻ അടിച്ചു കൊല്ലും. അതുപോലെ ചോദിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ റേപ്പ് ചെയ്ത് കൊല്ലും. എന്റെ കുടുംബത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചു. എനിക്ക് അച്ഛനും അമ്മയില്ല, എല്ലാം എന്റെ ചേച്ചിയായിരുന്നു. സ്വത്തിന് വേണ്ടി അയാൾ എന്റെ ചേച്ചിയെ വരെ കൊന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ അവൻ വിഷം പോലെ പടരുകയാണ്. അവനെ ദൈവം ശിക്ഷിക്കുമെന്ന് കരുതി. പക്ഷെ ആ വിശ്വാസം ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക്. രവി, കാശിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? സാർ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തരാം സാർ. ഭൂതമംഗൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുകേഷ് എന്ന് പറഞ്ഞ ഒരാൾ വരും. ആട്ടെ, ആ മുകേഷ് എന്ന് പറഞ്ഞ ആളെങ്ങനെയാ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അയാളും ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആള് തന്നെ. ആഹാ, ഇവളായിരുന്നു. കൊള്ളാലോ. എന്തൊക്കെയുണ്ട്? മുകേഷ് എവിടെയാ? അദ്ദേഹം തോട്ടത്തിലുണ്ട്. അങ്ങനെ നിന്റെ കെട്ടിയവൻ എന്നെ കുറിച്ച് പലരോടും ഒരുപാട് പരാതി പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇത് നിങ്ങൾ തമ്മിലുള്ള കാര്യം ഞാൻ എങ്ങനെ ഇതില്? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിന്റെയും കൂടി ചുമതലയല്ലേ? നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. അത് പിന്നെ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വരുന്നേ ഉള്ളൂ. ഇതാ നോക്ക്. അങ്ങനെ അവരൊക്കെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെ? പറഞ്ഞു തരാം, നീ കൂടെ വാ. എവിടേക്ക്? അങ്ങനെ നീ വാ, പറഞ്ഞു തരാം. അല്ലെങ്കിൽ അവൻ ആ വഴി അങ്ങ് പോവും. എന്താ, മനസ്സിലായില്ലേ? ആടി. ജയകൃഷ്ണൻ എന്തെങ്കിലും ആഗ്രഹിച്ച ഒന്ന് ചോദിച്ചു മേടിക്കും, ഇല്ലെങ്കിൽ അത് പിടിച്ചു പറിക്കും.
അവർ രണ്ടുപേരും ദിവസവും കാണാറുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് മുകേഷിന് സംശയം തോന്നി. എടി ലക്ഷ്മി, അവിടെ നിന്നേ. ഈ അസമയത്ത് നീ എവിടെ പോയിട്ട് വരുവാ? തോട്ടത്തിലേക്ക് പോയി വരുവാ. ഈ സമയത്ത് തോട്ടത്തിൽ നിനക്ക് എന്നാ ജോലിയാ? ആളുകളെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ വേണ്ടിയാണോ? ഞാൻ എന്ത് ചെയ്തെന്ന്? നീയും ജയകൃഷ്ണനും തമ്മില് ബന്ധമുണ്ടെന്നാ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ഇതിനൊന്നും ജയകൃഷ്ണൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാത്തിനും കാരണം നീ തന്നെയാ. ഇപ്പൊ തന്നെ നാട്ടുകാരും സ്വന്തക്കാരെ എല്ലാവരും വിളിച്ചു വരുത്തണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എന്തിനടി കരയുന്നേ? എന്റെ കെട്ടിയവന് എല്ലാ കാര്യവും അറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? എന്താ ചെയ്യണ്ടേ? നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാന്ന്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നിന്റെ കെട്ടിയവനെ അങ്ങോട്ട് കൊന്നാലോ? അപ്പൊ നാട്ടുകാരെ കാര്യം? നാട്ടുകാരുടെ വായടയ്ക്കാൻ നിന്റെ ശ്വാസം